6 നക്ഷത്രക്കാർക്ക് 2025 അവസാനം വരെ ഭാഗ്യദോഷ സമയം. അടുത്ത വർഷം വരെ ചില നാളുകാർക്ക് അത്ര ഗുണകരമായ സമയമല്ല, ഇവർക്ക് പല ദോഷഫലങ്ങളും ഉണ്ടാകാനേയുണ്ട്. എന്നാൽ ഇവ തരണം ചെയ്യാൻ ചില പരിഹാര മാർഗങ്ങളുമുണ്ട്. ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് 2025 വരെ ഭാഗ്യദോഷ സമയം, ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി വായിക്കാം. 2025 വരെ ചില പ്രത്യേക നാളുകാരെ ഭാഗ്യദോഷം ബാധിച്ചിരിക്കുന്ന സമയമാണ്. ഇവർ നിങ്ങളുടെ വീട്ടിലോ കുടുംബത്തിലോ ഉണ്ടെങ്കിൽ ഇതിൽ പറയുന്ന പരിഹാരങ്ങൾ ചെയ്യുന്നത് ഏറെ നല്ലതാണ്. 6 നക്ഷത്രങ്ങളാണ് ഇതിൽ ഉള്ളത്. ഇവർ ഇതിൽ പറയുന്ന പരിഹാരം ചെയ്താൽ കാര്യമായ ഫലവുമുണ്ടാകും. ഏതെല്ലാം നക്ഷത്രക്കാരെയാണ് ഇപ്പോൾ ഭാഗ്യദോഷം ബാധിച്ചിരിക്കുന്നതെന്നും ഇതിനുള്ള പരിഹാരവഴി എന്തെന്നും അറിയാം. ചോതി. ഇതിൽ ആദ്യ നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ഇവർ മുരടിച്ചു നിന്നുപോകുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഇവരെക്കാൾ കഴിവില്ലാത്തവർ പോലും ഉയർന്നു പോകുന്ന അവസ്ഥയിൽ നേരെ മറിച്ചാണ് ഈ നാളുകാരുടെ കാര്യം. ജീവിതത്തിൽ നേട്ടമോ സൗഭാഗ്യമോ ഇവർക്ക് വരുന്നില്ല, പല സ്വപ്നങ്ങളും സ്വപ്നങ്ങളായി തന്നെ നിൽക്കുന്നതു. ഉത്സാഹിച്ചിറങ്ങുന്ന പല കാര്യങ്ങൾക്കും മുന്നോട്ട് തടസ്സങ്ങൾ എന്നു പറയാം. പല കാര്യങ്ങളും പാതി വഴിയിൽ നിന്നു പോകുന്ന അവസ്ഥയാണ് ഇവർക്കുള്ളത്. തിരുവാതിര. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. പല കാര്യങ്ങളിലും ആത്മാർത്ഥതയുണ്ടെങ്കിലും ഇറങ്ങിത്തിരിക്കുന്ന നേരത്ത് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വരുന്നു. ആത്മാർത്ഥമായി ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടിട്ടും നടക്കാതെ പോകുന്ന അവസ്ഥയാണ്. ഇവരുടെ കഴിവും പ്രാവീണ്യവും തിരിച്ചറിയാതെ പോകുന്ന അവസ്ഥയാണ്. പരിഹാസവും പുച്ഛവുമെല്ലാം ഏറ്റുവാങ്ങേണ്ടി വരുന്ന അവസ്ഥയിലൂടെയാണ് ഇവർ കടന്നുപോകുന്നത്. കാർത്തിക. കാർത്തികയാണ് അടുത്ത നക്ഷത്രം. ഇവർക്കെല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്ത അവസ്ഥ എന്നു പറയാം. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭാഗ്യം എന്നു തോന്നാം. എന്നാൽ ഇതാകില്ല വാസ്തവത്തിലുള്ള അവസ്ഥ. കഷ്ടപ്പാടും അധ്വാനവും മാത്രം ബാക്കി നിൽക്കും. അർഹിച്ച രീതിയിൽ ഫലം ലഭിക്കാതിരിക്കുന്നു. ഏത് കാര്യത്തിന് ഇറങ്ങിയാലും തടസ്സമുണ്ടാകുന്നു. കഷ്ടപ്പാട് മാത്രം ലഭിക്കുന്നു. മകയിരം. അടുത്തത് മകയിരം നക്ഷത്രമാണ്. ഇവർ ആർക്കോ വേണ്ടി ജീവിക്കുന്ന അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത്. തൊടുന്നതെല്ലാം തിരിഞ്ഞു കൊത്തുന്ന അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത്. പലരെയും സഹായിക്കുവാൻ പോയി അവരിൽ നിന്നും കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരുന്ന അവസ്ഥയിലൂടെയാണ് ഇവർ കടന്നുപോകുന്നത്. അടുത്ത ആളുകൾ അകലുന്നതായി തോന്നും. രോഹിണി. രോഹിണിയാണ് അടുത്ത നക്ഷത്രം. കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെടുന്ന അവസ്ഥ എന്നു പറയാം. പലതിനും മുന്നിട്ടിറങ്ങിയിട്ടും ഇത് നടക്കാത്ത അവസ്ഥയാണ്. ഏത് കാര്യത്തിനും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്ന അവസ്ഥയാണ്. ഭാഗ്യദോഷവും മുടക്കങ്ങളും വിഘ്നങ്ങളും തടസ്സങ്ങളുമെല്ലാം ഉണ്ടാകുന്ന സമയമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട് വല്ലാതെ നേരിടാം. അവിട്ടം. അടുത്തത് അവിട്ടം നക്ഷത്രമാണ്. ഇവരെ പ്രശ്നങ്ങളും ദുരിതങ്ങളും അലട്ടുന്ന സമയമാണ്. ആഗ്രഹിക്കുന്നത് ലഭിക്കാത്ത അവസ്ഥ. എത്ര പരിശ്രമിച്ചിട്ടും അതിന്റേതായ മുന്നേറ്റം ലഭിക്കാത്ത നക്ഷത്രമാണ് ഇത്. ജീവിതം പോരാട്ടമാകുന്ന അവസ്ഥയിലൂടെയാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പല പ്രതിസന്ധികളെയും ഈ കാലത്തിൽ തരണം ചെയ്യേണ്ടതായി വന്നേക്കാം. തടസ്സങ്ങൾ പലതും മുമ്പിലുണ്ടാകും. പരിഹാരമാർഗങ്ങൾ. ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ട പരിഹാരങ്ങളുണ്ട്. എല്ലാ മാസവും മുടങ്ങാതെ ശിവൻ ജലധാര നടത്തുക. ഏതെങ്കിലും ദിവസം നടത്താം. തിങ്കളാഴ്ച നല്ലത്. വെള്ളിയാഴ്ച വീട്ടിൽ വെറ്റില ദീപം കത്തിക്കുക. 5 വെറ്റില വട്ടത്തിൽ വച്ച് നടുവിൽ നെയ്യൊഴിച്ച് ചിരാത് വച്ച് കിഴക്കോട്ട് നിലവിളക്കിന് സമീപത്തായി കത്തിക്കുക. ലക്ഷ്മി ദേവിയുടെ ചിത്രത്തിന് മുന്നിൽ വച്ചാലും മതി. ഇവർ നേരിട്ട് ചെയ്തില്ലെങ്കിലും ഇവർക്ക് വേണ്ടി മറ്റുള്ളവർ ചെയ്താലും മതിയാകും. ഇതിലൂടെ ദോഷങ്ങൾ മാറിക്കിട്ടും.